ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി. ഇന്ത്യ സഖ്യവുമായി നടന്ന സീറ്റ് ചർച്ച പരാജയപ്പെട്ടു. മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം മമത തള്ളി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തന്നെ ക്ഷണിച്ചില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു. അതേസമയം സീറ്റ് വിഭജനത്തിൽ തൃണമൂൽ കോൺഗ്രസുമായുള്ള തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ്. BJP-യെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജയറാം രമേശ് വിശദീകരിച്ചു. ആശയക്കുഴപ്പമുണ്ടെങ്കിൽ മമതാ ബാനർജിയുമായി സംസാരിച്ച് പരിഹരിക്കുമെന്നും ബംഗാളിലും ഇന്ത്യയിലും ഇന്ത്യ സഖ്യം ഉണ്ടാകും എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. മമതാ ബാനർജിയെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ക്ഷണിച്ചിരുന്നുവെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ബൽറാം, ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ മറ്റൊരു ലക്ഷ്യം എല്ലാ പ്രദേശങ്ങളിലും ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മണിപ്പൂരിലൊക്കെ CPM പ്രാദേശിക നേതൃത്വം കൊടി പിടിച്ചുകൊണ്ടാണ് അവർക്ക് സ്വീകരണം നൽകിയത്. പക്ഷെ ബംഗാളിൽ മമതാ ബാനർജി വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണല്ലോ. തൃണമൂൽ ഒരു തരത്തിലും ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇല്ല എന്നാണോ, കോൺഗ്രസിനെയാണോ മമത ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ബംഗാളിൽ ഇന്ത്യ സഖ്യമില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നും വ്യക്തമാക്കിയത്. തൃണമൂൽ കോൺഗ്രസുമായി ആണ് ബംഗാളിൽ സീറ്റ് ചർച്ചകൾ നടത്തിയത്. തൃണമൂലുമായി ചേർന്ന് മത്സരിക്കാൻ ഇല്ല എന്ന് CPM നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മമതാ ബാനർജി 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നൽകാൻ തയ്യാറായത്. ഇത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം തയ്യാറായില്ല. തുടർന്ന് ഇത്തരത്തിൽ സഖ്യം വേണ്ട എന്ന നിലപാടിലേക്ക് സംസ്ഥാന ഘടകം എത്തുകയായിരുന്നു. ഇക്കാര്യം തൃണമൂൽ നേതൃത്വത്തെ അറിയിച്ചതോടുകൂടിയാണ് മമതാ ബാനർജി എങ്കിൽ പിന്നെ സഖ്യം വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. മമതയുടെ വാക്കുകൾ എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി പോലും നിൽക്കണോ എന്ന കാര്യത്തിൽ ആലോചന വേണം എന്ന തരത്തിലായിരുന്നു മമതയുടെ വാക്കുകൾ. ബംഗാളിൽ എന്തായാലും സഖ്യമില്ല. മറ്റ് ദേശീയ തലത്തിലുള്ള സഖ്യത്തിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനം എന്നാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത്. മമതാ ബാനർജി മുന്നോട്ട് വെച്ച ഉപാധി എന്നുള്ളത് 3 സീറ്റുകൾ വരെ നൽകണം എങ്കിൽ അസമിലും മേഘാലയയിലും 3 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിന് നൽകണം എന്നുള്ളതാണ്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. അതും ഭാരത് ജോഡോ ന്യായ് യാത്ര അടുത്ത ദിവസങ്ങളിൽ ബംഗാളിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കെയാണ് മമത ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മമതയെ അടക്കമുള്ള പാർട്ടികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഭാരത് ജോഡോ ന്യായ് യാത്രയെ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യയാത്ര കൂടി മാറ്റാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതിനിടെയാണ് ഈ വലിയ തിരിച്ചടി. എങ്കിൽ പോലും ഇപ്പോഴും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് കോൺഗ്രസ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. കനയ്യകുമാറും ജയറാം രമേശും KC വേണുഗോപാലും വിശദീകരിച്ചത് ഇക്കാര്യത്തിൽ മമതയെ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ സഖ്യത്തിന്റെ കാര്യത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന പ്രതീക്ഷയാണ് ജയറാം രമേശ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ മമതാ ബാനർജി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെയാണ് തൃണമൂൽ കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മമത എന്നാൽ കോൺഗ്രസ് നിലവിൽ ജയിച്ച 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മാൾഡ സൗത്ത്, ഒപ്പം തന്നെ അധിർ രഞ്ജൻ ചൗധരിയുടെ മണ്ഡലം, ഈ 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് തൃണമൂൽ എത്തിയിരിക്കുന്നു. മറ്റൊരിടത്തും സഖ്യം വേണ്ട, ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃണമൂൽ കോൺഗ്രസുമായി ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു. മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണവും വരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.